എന്റെ പൊന്നോ, കാരണം അമ്മാതിരി ഞെട്ടിക്കുന്ന ന്യൂസ് തന്നെയാണ് നമുക്ക് ഹോളിവുഡിന്റെ ഭാഗത്ത് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് തന്നെ. യെസ്, മാർവൽ സ്റ്റുഡിയോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് സോണിയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു സ്പൈഡർമാനെ ലഭിക്കുവാണ്. സ്പൈഡർമാൻ 4 അല്ല, ഇത് തികച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്പൈഡർമാൻ തന്നെയാണ്. സോ ഇതും അത് കൂടാതെ തന്നെ വേറെ ഈ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ബാക്കിയുള്ള ഹോളിവുഡ് സിനിമകളുടെയും സീരീസുകളുടെയും ന്യൂസ്, അപ്ഡേറ്റ്സ്, ലീക്സ് കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോണ. ബാക്കിയുള്ള ന്യൂസ് പോലെയല്ല, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. സോ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ആരെയും ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ അങ്ങനെ തന്നെ നമുക്ക് ജെയിംസ് ഗണ്ണിന്റെ DC യൂണിവേഴ്സിൽ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങളാണ് സംഭവിക്കണേ നമുക്ക് നോക്കാം. കാരണം അധികം നമുക്ക് അപ്ഡേറ്റ് ഒന്നും നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നില്ലായിരുന്നു എന്താണ് DCയിൽ സംഭവിക്കണം എന്നുള്ള കാര്യം തന്നെ. ആൻഡ് റീസെന്റ് ഒരു ഇന്റർവ്യൂ ക്രിസ് പ്രാറ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ മാർവലിനകത്തുള്ള സ്റ്റാർ ലോർഡ്. ആൻഡ് നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്, ക്രിസ് പ്രാറ്റ് ജെയിംസ് ഗൺ ആയിട്ട് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി സിനിമകളെല്ലാം വർക്ക് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് ക്രിസ് പ്രാറ്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു DCയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ക്രിസ് പ്രാറ്റ് ഇത്രയേ പറഞ്ഞത്, എനിക്ക് നല്ല രീതിയിൽ തന്നെ താല്പര്യമുണ്ട്, എനിക്ക് മാർവലിൽ വർക്ക് ചെയ്യാനും DCയിൽ വർക്ക് ചെയ്യാനും ഒരേപോലെ വർക്ക് ചെയ്യാനും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടമാണെന്നൊരു കാര്യം തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, സ്റ്റാർ ലോർഡ് DCയിൽ വന്ന ഏത് ക്യാരക്ടർ ആയിരിക്കും ജെയിംസ് ഗണ്ണ് സ്റ്റാർ ലോർഡിന് കൊടുക്കുന്നത് എന്നുള്ള നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്, ജെയിംസ് ഗണ്ണിൻ്റെ തന്നെ DCയുടെ മറ്റൊരു സിനിമയായിട്ടുള്ള ബൂസ്റ്റർ ഗോൾഡിൻ്റെ ഫിലിമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ബാക്കി അതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രത്യേകിച്ച് ലഭിച്ചിട്ടില്ല. ഇത് മാത്രമാണ് നമുക്കൊരു ഇൻഫോർമേഷൻ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് തന്നെ. അത് പറയുമ്പോൾ തന്നെ വുമൺ ഓഫ് ടുമാറോ അല്ലെങ്കിൽ സൂപ്പർ ഗേളിൻ്റെ സിനിമയുടെ ഒരു ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2026 ജൂൺ 26 സിനിമ റിലീസ് ചെയ്യാൻ പോണെന്നാണ് നമുക്കിപ്പോൾ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. യെസ്, ഇനിയും 2 വർഷമുണ്ട്. സോ നമുക്ക് നോക്കിയിരിക്കാം, അതായത് മറ്റൊരു നല്ലൊരു സിനിമയാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് റീസെന്റ് വലിയൊരു റൂമേഴ്സ് നമുക്ക് ആക്ച്വലി ഇന്റർനെറ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ജെയിംസ് വാൻ നമുക്കറിയാവുന്ന തന്നെയാണ്, സോ ഫ്രാഞ്ചൈസ്, അക്വാമാൻ, അതുകൂടാതെ തന്നെ കോഞ്ചറിങ് ഫ്രാഞ്ചൈസിയുടെ ഒക്കെ തലതൊട്ടപ്പനാണ് ജെയിംസ് വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടർ തന്നെ. ആൻഡ് പുള്ളിക്കാരൻ ഇനി ഇറങ്ങാൻ പോണ സ്പൈഡർമാൻ 4 സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് അത് കുറച്ചുകൂടി ഡാർക്കറും അതുകൂടാതെ തന്നെ ഹൊറർ ടോണിൽ വരുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള കുറേയധികം റൂമേഴ്സ് നമുക്ക് എന്താണെങ്കിലും ഓൺലൈനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയായിരുന്നു. ആൻഡ് റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇതിനു മുമ്പ് സ്പൈഡർമാൻ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ജോൺ വാട്സ് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ അത് എതിർത്തിട്ടൊന്നുമില്ല. പുള്ളിക്കാരൻ ഇത്രയും പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല ഒരു സ്പൈഡർമാൻ്റെ സിനിമ പിടിക്കാൻ എന്നുള്ളൊരു ഒരേ ഒരു കമൻറ്റ് മാത്രമാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് തന്നെ. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ജെയിംസ് വാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു സ്പൈഡർമാൻ സിനിമ നിങ്ങൾക്ക് കാണണോ വേണ്ടിയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സൂപ്പർ ഹീറോസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവോയ്ഡ് പോലും ചെയ്യാൻ പറ്റാത്ത മറ്റൊരു സീരീസ് തന്നെയാണ് ദ ബോയ്സ് സീരീസ്. അതിൻ്റെ സീസൺ 4 ജൂണിൽ നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും ആമസോൺ പ്രൈം സ്റ്റുഡിയോസിന്റെ ഭാഗത്തുനിന്ന് തന്നെ. ആൻഡ് നമുക്ക് മറ്റൊരു വലിയ അപ്ഡേറ്റ് ബോയ്സിന്റെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സീസൺ 5ലേക്ക് അവർ റിന്യൂ ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെ. സോ നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം ബോയ്സിന്റെ സീസൺ 4ലും വലിയൊരു ക്ലിഫ് ഹാങ്ങർ കാണും. എനിക്ക് ശരിക്കും ഹോം ലാൻഡറും അതുകൂടാതെ തന്നെ ബുച്ചറും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ്, ഒരു ഫുൾ ഫ്ലെജ് ഫൈറ്റ് കാണാൻ എനിക്ക് നല്ല രീതിയിൽ തന്നെ താല്പര്യമുണ്ട്. നമുക്ക് ചെറിയ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ സീസണിൻ്റെ അകത്ത്. സോൾജർ ബോയ് ഒക്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റ്, അത് വേറെ ലെവലായിട്ടുള്ളൊരു ഫൈറ്റ് തന്നെയാണ്. സോ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഇനി വരാൻ പോണ സീസണിനകത്ത് നമുക്കത് കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം തന്നെ. റീസെന്റ് മാർവലിന്റെ അപ് ഫ്രണ്ട് ഇവന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. അപ് ഫ്രണ്ട് ഇവന്റ് എന്താണെന്ന് ചോദിച്ചിട്ട് നമ്മുടെ കോമിക്കോൺ പോലെ തന്നെയുള്ള ഒരു ഇവന്റ് തന്നെയാണ്. അവിടെ ബാക്കിയുള്ള ഓരോ സ്റ്റുഡിയോസിനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവരുടെ ഇനിയിപ്പോൾ അപ്ഡേറ്റ് എന്താ കാര്യങ്ങൾ എന്താണെന്നൊക്കെ പറയാവുന്നത് തന്നെയാണ്. ആൻഡ് അപ് ഫ്രണ്ട് ഇവന്റിനകത്ത് നമുക്ക് ഒത്തിരിയധികം പുതിയ ന്യൂസ് നമുക്ക് മാർവലിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്, ഫൈനലി അഗേതയുടെ ആ ഒരു സീരീസിന് അവരൊരു പേര് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് അഗേത ഓൾ എലോങ് എന്നായിരിക്കും ആ ഒരു സീരീസിൻ്റെ പേരെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് നിങ്ങൾ അയൺ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിന് വെയിറ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ യെസ്, അയൺ ഹാർട്ട് 2025 നമുക്ക് ലഭിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് അതിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ തന്നെയാണ്. നമുക്ക് ഒഫീഷ്യലി ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ്റെ ഒരു ഒഫീഷ്യൽ ടൈറ്റിൽ റിവീൽ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൻ്റെ ഡെയർ ഡെവിളിൻ്റെ ടൈറ്റിൽ വെച്ച് നോക്കിയാൽ ഇത് ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യവും തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ മാർച്ചിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. 2025 9 എപ്പിസോഡാണ് ഉള്ളതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത് തന്നെ. പക്ഷേ ഇതൊന്നുമല്ല, ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം തന്നെ. അതായതെന്ന് ചോദിച്ചാൽ മാർവൽ സ്റ്റുഡിയോസ് എന്ന് ഇനി എല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ മാർവൽ സ്റ്റുഡിയോസ് നിർത്തിപ്പോയെന്ന് ചോദിച്ചാൽ നിർത്തിപ്പോയതല്ല.
അവർ ചെറിയ രീതിയിലൊരു റീബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആക്ച്വലി ഈ ഒരു ഡെയർ ഡെവിൾ അഗേത പറഞ്ഞ സീരീസിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് മാർവൽ സ്റ്റുഡിയോസ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ള മാർവൽ ടെലിവിഷൻ എന്നുള്ളൊരു റീബ്രാൻഡിങ് ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഇത് എന്താണ് മാർവൽ മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടെലിവിഷൻ, അതായത് TV സീരീസുകൾക്ക് ഇനി ആക്ച്വലി ഒരു സെപ്പറേറ്റ് ബ്രാൻഡ് ഉണ്ടാവും. അതാണ് മാർവൽ ടെലിവിഷൻ്റെ അണ്ടറിലായിരിക്കും അതെല്ലാം വരുന്നത്. അതുകൂടാതെ ആനിമേഷന് സെപ്പറേറ്റ് ഒരു ബ്രാൻഡ് ഉണ്ടാവും. അതായത് മാർവൽ ആനിമേഷൻ എന്നായിരിക്കും അതിൻ്റെ ബാഡ്ജിങ്ങിൽ നമ്മൾ കാണാൻ പോകുന്നത് തന്നെ. നിങ്ങൾക്ക് വാട്ട് ഈഫ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഗ്രൂട്ടിൻ്റെ ആ ഒരു ആനിമേറ്റഡ് സീരീസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് പുതിയ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ടായിരുന്ന X-Men 97 അതും നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. ആൻഡ് അത് കൂടാതെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർവൽ സ്റ്റുഡിയോസ് ടോട്ടലി ഒരു 3 നമുക്കിപ്പോൾ മാറ്റിയേക്കണം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് മാർവൽ സ്റ്റുഡിയോസ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മാർവൽ സ്റ്റുഡിയോസ്, മാർവൽ ആനിമേഷൻ, മാർവൽ ടെലിവിഷൻ. സോ മാർവൽ സ്റ്റുഡിയോസ് പിന്നെ എന്തിനായിരിക്കും ഉള്ളതെന്ന് ചോദിച്ചാൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ഫിലിംസ്, ഫീച്ചേർഡ് ഫിലിംസിന് വേണ്ടി മാത്രമായിരിക്കും നമുക്ക് ഇനിയിപ്പോൾ മാർവൽ സ്റ്റുഡിയോസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. അല്ലാതെ എല്ലാ പ്രോപ്പർട്ടിയിലും നമുക്ക് എന്താണെങ്കിലും മാർവൽ സ്റ്റുഡിയോസ് കാണാൻ സാധിക്കില്ല. ഇത് അവരെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യാനും കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അവർ ഈ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. കാരണം എല്ലാത്തിനും ഒരു ഒറ്റ സാധനത്തിൻ്റെ അണ്ടറിലല്ലാതെ ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി എന്താണ് ഇതിന് പറയണത്, അവർക്കൊരു അടുക്കും ചിട്ടയും അതിന് ലഭിക്കുന്നത് തന്നെയായിരിക്കും. അതാണ് മാർവൽ ഉദ്ദേശം തന്നെയാണ് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ ഒരു റീബ്രാൻഡിങ് നിങ്ങൾക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടോ എന്നുള്ളൊരു കാര്യം തന്നെ. അതായത് ജസ്റ്റ് മാർവൽ സ്റ്റുഡിയോസ് മാത്രമായിരുന്നോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ മാർവൽ ടെലിവിഷൻ, മാർവൽ ആനിമേഷൻ, ഇനി വേറെ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് അങ്ങനെ വരുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ ഇനി മാർവലിൻ്റെ ഗെയിമൊക്കെ വന്നു കഴിഞ്ഞാൽ മാർവൽ ഗെയിമിംഗ് എന്ന് വല്ലതും വരുമായിരിക്കും അല്ലേ, എനിക്കറിയില്ല. ചിലപ്പോൾ അതും വരാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ ഇതാണ് നമുക്ക് മേജറായിട്ട് മാർവലിൻ്റെ ആ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ തന്നെ അവർ ചേഞ്ച് ചെയ്തേക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. എന്നോട് ചോദിക്കണേ അതൊരു നല്ല ഒരു രീതിയിൽ നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. ഇത്രയധികം മാർവലിൻ്റെ അനൗൺസ്മെൻറ്റ് നമുക്ക് ലഭിച്ചതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോണിയുടെ സ്പൈഡർമാൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. അതാണ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. സ്പൈഡർമാൻ 4ൻ്റെ അനൗൺസ്മെൻ്റ് അല്ല, നമുക്ക് സെപ്പറേറ്റ് ഒരു സ്പൈഡർമാൻ സിനിമ സോണി പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പീറ്റർ പാർക്കറിൻ്റെ സ്പൈഡർമാനും അല്ല. നമ്മൾ സ്പൈഡർ വേഴ്സിനകത്ത് സ്പൈഡർ നോയറിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. അതായത് കുറച്ചും കൂടി ഒരു 1930s ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡിക്റ്റേറ്റീവ് സ്റ്റൈലായിട്ടുള്ളൊരു സ്പൈഡർമാൻ്റെ വേർഷൻ തന്നെയാണത്. ആൻഡ് സ്പൈഡർ വേഴ്സ് സിനിമയ്ക്കകത്ത് നിക്ക് കേജ് ആയിരുന്നു ആ ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്തിട്ടുള്ളത് തന്നെ. സോ ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ ആരാ പ്ലേ ചെയ്യണേ നമുക്ക് എന്താണെങ്കിൽ നമുക്കൊരു ഐഡിയ നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. പക്ഷേ റൂമർ ഇപ്പോഴും പറയുന്നത് സ്പൈഡർ വേഴ്സിനകത്ത് നിക്കോളാസ് കേജ് ആ ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്തത് കൊണ്ട് തന്നെ മിക്കവാറും നിക്കോളാസ് കേജ് തന്നെ ആ ഒരു ക്യാരക്ടറിനെ റീപ്രൈസ് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ചെറിയ രീതിയിൽ ഇതിൻ്റെ ഒരു സിനോപ്സിസ് നമുക്ക് സോണിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. അതായത് 1930s ന്യൂയോർക്ക് ആയിരിക്കും അവർ സത്യം തന്നെ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഓൾട്ടർനേറ്റീവ് ഡയമെൻഷൻ ആയിരിക്കും. ഒബ്വിയസ്ലി മൾട്ടിവേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ സ്പൈഡർ വേഴ്സ് നമുക്ക് അങ്ങനെ എന്തായാലും നമുക്ക് ഉദ്ദേശിക്കാം. ആൻഡ് നമുക്ക് ഇതിനകത്ത് 10% മാത്രമേ നമുക്ക് സ്പൈഡർമാനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ. ഇത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മാഡം വെബും അതുകൂടാതെ തന്നെ മോർബിംഗ് ടൈമും ഒക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം അതിൻ്റെ കൂടെ മറ്റൊരു ക്രാപ്പ് അല്ല ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതാണ് നമുക്കിപ്പോൾ അടുത്തിടെയായിട്ട് സോണിയുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ. കാരണം 10% മാത്രമേ നമുക്ക് സ്പൈഡർമാൻ്റെ ആ ഒരു സ്പൈഡർമാൻ സ്റ്റഫ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ബാക്കി ഈ ഒരു സിനിമ മൊത്തത്തോടെ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ഷെർലക് ഹോംസിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൂടുതൽ ഡിറ്റക്റ്റീവ്, മിസ്റ്ററി, ക്രൈം ആ ഒരു രീതിയിലേക്ക് ആയിരിക്കും ഈ ഒരു സിനിമ പോകുന്നതെന്നാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ സിനോപ്സിസ് സോണിയുടെ ഭാഗത്ത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇത് നിങ്ങളുടെ പീറ്റർ പാർക്കറുമല്ല. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയിലുള്ള ന്യൂസിൽ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം തന്നെ. സോ നിങ്ങൾ ഈ ഒരു ന്യൂസിനകത്ത് ഏത് ന്യൂസിനകത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്? ആൻഡ് മാർവൽ സ്റ്റുഡിയോസിൻ്റെ ആ ഒരു റീബ്രാൻഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? ഇത് ആക്ച്വലി റൈറ്റ് സ്റ്റെപ്പ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. എനിക്ക് അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നി. അറ്റ്ലീസ്റ്റ് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു TV സീരീസാണ് അല്ലെങ്കിൽ ഇതൊരു ആനിമേഷനാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ.
അല്ല, കാരണം ഒത്തിരി പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. കുറേ ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് എന്നോട് ചോദിച്ചായിരുന്നു മൂൺ നൈറ്റിൻ്റെ സിനിമ കണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അറ്റ്ലീസ്റ്റ് ഈ ഒരു ബ്രാൻഡിങ് വരുമ്പോൾ ആൾക്കാർക്ക് അതൊരു സീരീസ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാതെ തന്നെയാണ്, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യാതെ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.